അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ ഹിഫ്ദുൽ ഖുർആൻ വാട്സപ്പ് ഗ്രൂപ്പ് മെമ്പർമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിൽ വന്ന തെരഞ്ഞെടുത്ത 10 പ്രാർത്ഥനകളാണ്, ദുആകളാണ് 3 മാസം കൊണ്ട് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. 10 ആഴ്ചകളിലായി അർത്ഥസഹിതം മനഃപ്പാഠമാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു കോഴ്സിലേക്ക് സ്വാഗതം. വിശുദ്ധ ഖുർആനിലെ 66-ാം അധ്യായം സൂറത്തു തഹരീമിലെ 8-ാമത്തെ വചനത്തിൽ വന്ന പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ആത്മാർത്ഥമായ പശ്ചാത്താപം അഥവാ ചെയ്തു കഴിഞ്ഞ കുറ്റത്തെപ്പറ്റി ഖേദം, മേലാൽ ചെയ്യുകയില്ലെന്ന ദൃഢനിശ്ചയം, നിർവഹിക്കുവാൻ ബാക്കിയുള്ള കടമ നിറവേറ്റൽ, അന്യനെ സംബന്ധിക്കുന്ന കുറ്റമാണെങ്കിൽ അവനോട് മാപ്പ് വാങ്ങുകയും അവന്റെ കടപ്പാട് തീർക്കുകയും ചെയ്യൽ, മേലിൽ നല്ല നില കൈക്കൊള്ളൽ, ഇതെല്ലാം ഉപാധിയായിട്ടുള്ള തൗബ. ഇങ്ങനെയുള്ള ആത്മാർത്ഥമായ തൗബ ചെയ്യുന്നവർക്ക് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് മാത്രമല്ല, അവർക്ക് വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്നതുമാണ് എന്നുകൂടി അള്ളാഹു ഈ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മാത്രമല്ല, സത്യവിശ്വാസികളുടെ പ്രകാശത്തെക്കുറിച്ചും ഈ വചനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമാണ് സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവർ പറയും എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുക. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: റബ്ബന അത്മിം ലനാ നൂറന വഅഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രകാശം പൂർത്തീകരിച്ചു തരണമേ, ഞങ്ങൾക്ക് പുറത്തു തരുകയും വേണമേ, നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. 3 ഭാഗങ്ങളാക്കിയാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. ആദ്യത്തെ ഭാഗം: ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രകാശം പൂർത്തീകരിച്ചു തരണമേ. റബ്ബന അത്മിം ലനാ നൂറന. റബ്ബന എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഞങ്ങളുടെ രക്ഷിതാവേ, അത്മിം ലന ഞങ്ങൾക്ക് പൂർത്തീകരിക്കണമേ, നൂറന ഞങ്ങളുടെ പ്രകാശം. റബ്ബന അത്മിം ലന നൂറന, ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രകാശം പൂർത്തീകരിച്ചു തരണമേ. രണ്ടാമത്തെ ഭാഗം: വഅഫിർ ലന, ഞങ്ങൾക്ക് പുറത്തു തരുകയും വേണമേ. മൂന്നാമത്തെ ഭാഗം അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഈ രീതിയിൽ 3 ഭാഗങ്ങളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അർത്ഥസഹിതം നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. റബ്ബന അത്മിം ലനാ നൂറന വഅഫിർ ലന ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഞങ്ങളുടെ റബ്ബെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രകാശം പൂർത്തീകരിച്ചു തരണമേ, ഞങ്ങൾക്ക് പുറത്തു തരുകയും വേണമേ, നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. എല്ലാവരും ആത്മാർത്ഥമായി ഈ ഒരു പ്രാർത്ഥന പഠിക്കുക. ഇനി തുടർന്ന് വരുന്ന നമസ്കാരത്തിന് ശേഷം ഈ ഒരു പ്രാർത്ഥന പതിവാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം അവന്റെ പ്രതിഫലം നൽകുന്ന നല്ല കാര്യങ്ങളായി പരിഗണിച്ച് നമ്മളെല്ലാവരെയും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير.